സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ കർണാടകയിലെ ഡി.കെ. ശിവകുമാർ മന്ത്രിസഭയിൽ പൊട്ടിത്തെറി. ബംഗളൂരു നഗരവികസന വകുപ്പ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് രാമലിംഗറെഡ്ഡി രാജിവെച്ചു. രാമലിംഗറെഡ്ഡിയുടെ രാജിക്ക് പിന്നാലെ മന്ത്രിമാരായ കെ.എച്ച്. മുനിയപ്പ, കെ.ജെ. ജോർജ് എന്നിവരും വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ചു. മുഖ്യമന്ത്രി ചർച്ചകൾ വേഗത്തിൽ പരിഹരിച്ചെന്ന് ഹൈക്കമാൻഡ് പറയുമ്പോഴും സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യ പക്ഷത്തിന് പുതിയ മന്ത്രിസഭയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നാണ് മന്ത്രിമാരുടെ ആക്ഷേപം. നഗരവികസന വകുപ്പ് രാമലിംഗ റെഡ്ഡിക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഒടുവിൽ ಕೃಷ್ಣಬೈರ ಗೌಡಕ್ಕೆ നൽകിയത്. ഇതോടെ ഇടഞ്ഞുനിന്ന റെഡ്ഡി രാജി പ്രഖ്യാപിച്ചു. ಶಿವಕುಮಾರ್ ಅವರನ್ನು ಕೂಡ ನಾನು ಮಂತ್ರಿ ಮಾಡ್ಕೊಳ್ಳಿ ಅಂತ ಕೇಳಲಿಲ್ಲ, ಅಥವಾ ಸಿದ್ದರಾಮಯ್ಯನವರ ಹತ್ರ ಹೋಗಿ ನಾನು ಮಂತ್ರಿ ಮಂಡಲದಲ್ಲಿ ಸೇರಿಸಿ ಅಂತ ಹೇಳಲಿಲ್ಲ, ಅಥವಾ ಹೈಕಮಾಂಡ್ಗೆ ಹೋಗಿ ನನ್ನ ಮಂತ್ರಿ ಮಾಡಿ ಅಂತ ನಾನೇನು ಕೇಳಿರಲಿಲ್ಲ. ಮಾಡಿದ್ದಾರೆ, ಸಂತೋಷ. ಮತ್ತು ಅವತ್ತೇ ಶಿವಕುಮಾರ್ ಬೆಂಗಳೂರು ಪೋರ್ಟ್ಫೋಲಿಯೋ ನಿನಗೆ ಕೊಡ್ತೀನಪ್ಪ ಅಂತ ಹೇಳಿದರು. രാജിക്ക് പിന്നാലെ ബംഗളൂരു വെസ്റ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും അംഗങ്ങളും രാജിവെച്ചു. തന്റെ സീനിയോറിറ്റി പരിഗണിക്കാതെയാണ് വകുപ്പ് വിഭജനം നടത്തിയതെന്ന് മന്ത്രി കെ.എച്ച്. മുനിയപ്പ. ಖಾತೆ ಸರಿಯಾಗಿಲ್ಲ, ಸೀನಿಯಾರಿಟಿ ಮೇಂಟೈನ್ ಆಗಿಲ್ಲ. ರಾಮಲಿಂಗಾರೆಡ್ಡಿ 8 ಸಾರಿ, ನಾನು 8 ಸಾರಿ. ಈ ರೀತಿ 8, 7, 5, 6 ಅದನ್ನ സമത്വലനವಾಗಿ ನೋಡಬೇಕಾಗಿದೆ. മുതിർന്ന അംഗങ്ങളുടെ ആവശ്യം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ. വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന് സ്ഥലമാറ്റം തന്നെ അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തീരുമാനിച്ചതിൽ മന്ത്രി കെ.ജെ. ജോർജും അതൃപ്തിയിലാണ്. ജാതി സമവാക്യങ്ങൾ വോട്ട് നിശ്ചയിക്കുന്ന കർണാടകയിൽ അധികാര തർക്കം മുറുകുമ്പോൾ 2028 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്നതിൽ സംശയമില്ല. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന സോണിയാഗാന്ധിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ ഇനി എങ്ങനെ നടപ്പാക്കുമെന്നതിലാണ് ആകാംക്ഷ. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.